നമസ്കാരം ആർ പി. നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളെക്കുറിച്ച് തത്വമയി ന്യൂസ് തന്നെ നിരവധിയായിട്ടുള്ള വീഡിയോകൾ എടുത്തിട്ടുണ്ട്. ആർ പി തോട്ട്സിൽ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ സംബിത് പാത്ര വിവാദമാക്കിയ ഈ 60 കോടി രൂപയുടെ ചെലവിൻ്റെ വിഷയം ആർ പി തോട്ട്സിൽ കഴിഞ്ഞ തവണ തത്വമയി ന്യൂസ് എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം അതൊരു വലിയ ചർച്ചയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതാ സംബിത് പാത്ര അതേ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വളരെ അനാവശ്യമായിട്ട് കാശ് സ്പെൻഡ് ചെയ്യുന്നു. ആ കാശ് എവിടെ നിന്നാണ്, അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് വ്യക്തമല്ല. 10 കോടിയാണ് ആസ്തിയായിട്ട് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ആനുവൽ ഇൻകവുമായിട്ടും പോലും ഇത് മാച്ച് ആവുന്നില്ല. അങ്ങനെ പല രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെക്കുറിച്ച് പലതരത്തിലുള്ള പരാമർശങ്ങൾ. ഇപ്പോൾ സെർദീനോ, ഇറ്റലിയിലെ സെർദീനോയിൽ ഇവർക്ക് വലിയ ബംഗ്ലാവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് നാട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി താമസിക്കുവാനാണ് പദ്ധതി. അങ്ങനെ വളരെ ദുരൂഹമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഇത് 60 കോടിയാണ് ഏറ്റവും അവസാനത്തെ വന്നിക്കുന്ന കാര്യം. എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഹരി വിഷയം, നമ്മൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത് വളരെ കാഷ്വലായിട്ട് പറഞ്ഞെങ്കിലും വളരെ കൃത്യമായ ഒരു റിപ്പോർട്ടാണ് ആർ പി തോട്ട്സിൽ ഞാൻ ഏതാണ്ട് 2 ആഴ്ച മുമ്പ് ഈ വിഷയം എടുത്തത്. അന്ന് BJP ഇതൊരു ഔദ്യോഗികമായിട്ട് ഈ ഒരു വിഷയം ഏറ്റെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ BJP വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു വിഷയം ഏറ്റെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് BJP നേരത്തെ പറയാത്തത് എന്നുള്ളത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകാത്തത് എന്നുള്ളത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്, കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാവാണ്. ഇദ്ദേഹം ഈ 54 ട്രിപ്സാണ് വിദേശത്തേക്ക് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പബ്ലിക് ലൈഫിൽ വന്ന ശേഷം, അതായത് 2004-നും 2026-നും ഇടയിൽ 54 ഫോറിൻ ട്രിപ്സാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തിന് ഈ ട്രിപ്സ് നടത്തുന്നു? അദ്ദേഹം ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വിദേശത്ത് പോകാം, രാജ്യത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കാം, സ്വന്തം വ്യക്തിപരമായ പേഴ്സണൽ ട്രിപ്സിനൊക്കെ അദ്ദേഹത്തിന് പോകാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് 2 പ്രധാന പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ട്രിപ്പിനെ സംബന്ധിച്ചുണ്ട്. ഒന്ന്, ഇതിൽ വലിയൊരു നിയമവിരുദ്ധതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ് നിയമവിരുദ്ധത? ഇദ്ദേഹം പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, പാർലമെൻറ്റ് അംഗമാണ്. ഇപ്പോൾ ഒരു പാർലമെൻറ്റ് അംഗം, അതിപ്പോൾ ഏത് ഗവൺമെൻറ് ഓഫീസറായാലും, ഒരു വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ അതിൻ്റേതായ ചില ചട്ടങ്ങൾ, ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇദ്ദേഹം വിദേശത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും എവിടെ പോകുന്നു, ആരുടെ ഇൻവിറ്റേഷനിലാണ് അദ്ദേഹത്തിന് ഈ പോകുന്നത്, ആരാണ് ട്രിപ്പ് സ്പോൺസർ ചെയ്യുന്നത്, ഇനി സ്വന്തം കയ്യിൽ നിന്നാണോ കാശിട്ട് പോകുന്നത്, ഇതെല്ലാം ഇദ്ദേഹത്തിന് സർക്കാരിനെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. FCRA നിയമപ്രകാരം സെക്ഷൻ 3 പ്രകാരം ഇത് ചെയ്യേണ്ടതാണ്. അത് ബാധ്യതയാണ്, അത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ് ഒരു ജനപ്രതിനിധിയുടെ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇത് ചെയ്തിട്ടില്ല. ഈ 54 ട്രിപ്പുകളിൽ കുറഞ്ഞത് ഒരു 6 ട്രിപ്പെങ്കിലും ടോട്ടലി സർക്കാരിന് അറിയാൻ വയ്യാത്ത ട്രിപ്പുകളാണ്. 6 ട്രിപ്പ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, CRPF ആണല്ലോ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ കൊടുക്കുന്നത്. CRPF ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിനും രാഹുൽ ഗാന്ധിക്കും, അതായത് ഖർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ലെറ്ററുകൾക്കൊന്നും മറുപടി കിട്ടിയിട്ടില്ല. അതായത് എവിടെ നിന്നാണ് ഇതിനുള്ള പണം, ആരാണ് സ്പോൺസർ ചെയ്യുന്നത്, ആരുടെ ഇൻവിറ്റേഷനിലാണ് പോകുന്നതെന്നുള്ള പ്രാഥമിക കാര്യങ്ങൾ പോലും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 2004 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിലെ 54 ട്രിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിലെ 6 ട്രിപ്പാണ് ഇപ്പോഴും ആർക്കും അറിയാത്ത ദുരൂഹതയുള്ള ട്രിപ്പുകൾ. പക്ഷേ ഈ 6 യാത്രകളെന്ന് പറയുന്നത് 2014 BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ളതാണ്. ആരും അത് ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് മുമ്പുള്ള ഈ പറയുന്ന ദുരൂഹമായ യാത്രകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ യാത്രകൾ അന്ന് ആരും ചോദ്യം ചെയ്യാൻ ഒരു CRPFും തയ്യാറായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇത് വളരെ ദുരൂഹമാണെന്ന് മാത്രമല്ല, ഇത് അപകടകരവുമാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ചൈനയുമായിട്ട് ഇദ്ദേഹം ഉണ്ടാക്കിയെന്ന് പറയുന്ന കരാർ എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കരാറാണ് അതിൻ്റെ പിന്നിൽ, ഇവർ തമ്മിലുള്ള ടൈപ്പ് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ട് ആർക്കും അറിയില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള, ഇപ്പോൾ ഗ്രേറ്റ് നിക്കോബാറിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിൽ ഏറെ ദുരൂഹമാണ്. കാരണം ഇന്ത്യയുടെ ഒരു മാസ്റ്റർ പ്രോജക്റ്റാണത്. മലാക്ക സ്ട്രീറ്റുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ഒരു അന്താരാഷ്ട്ര വിഷയം കൂടിയാണ്. നമുക്ക് അവിടെ ശക്തമായൊരു സാന്നിധ്യമായി
മാറേണ്ടതാണ്. അതിനെ തുരങ്കം വയ്ക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയ നീക്കങ്ങൾ, നിരന്തരം രാഹുൽ ഗാന്ധി ഇന്ത്യ നടത്തുന്ന ആക്രമണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, തെളിവ് ചോദിച്ചുകൊണ്ടൊക്കെ നടത്തിയ നീക്കങ്ങൾ, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ടൂൾ കിറ്റുകളുടെ വിതരണം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും രാഹുൽ ഗാന്ധി നടത്തിയ നീക്കങ്ങളൊക്കെയും ഇന്ത്യക്കകത്ത് നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് പലതും അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെന്ന് പലതിലും സംശയിക്കപ്പെടുന്ന തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഈ വിദേശ യാത്രകൾ ഓരോന്നും എടുത്ത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അങ്ങനെ തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഈ വിദേശ യാത്രകളിൽ അദ്ദേഹത്തിൻ്റെ ചട്ടലംഘനമാണ്. അദ്ദേഹം സർക്കാരിനെ അറിയിച്ചിട്ടില്ല, ചോദിച്ചിട്ടും മറുപടി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നത് എനിക്കിതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്നാണെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അദ്ദേഹം മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ആ മറുപടി മേടിക്കാനും സർക്കാർ ബാധ്യസ്ഥരാണ്. ഇനി ഇതിൻ്റെ പേരിൽ ഇദ്ദേഹം സർക്കാർ മാത്രമല്ല ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഈ വിദേശയാത്രകൾ എന്താണ് എന്ന് ചോദിച്ച് പലരും RTI ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ RTI ഫയൽ ചെയ്തതിനും രാഹുൽ ഗാന്ധി മറുപടി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു പബ്ലിക് പോസ്റ്റ് ഇരിക്കുന്ന ഒരാൾക്ക്, നിരന്തരം വിദേശയാത്രകൾ നടത്തുന്ന ഒരാൾക്ക് എന്തിനാണ് ഞാൻ പോകുന്നതെന്ന് പൊതുജനത്തോട് പറയാനുള്ള ഒരു ബാധ്യത ഇല്ലെന്നാണോ രാഹുൽ ഗാന്ധി കരുതുന്നതെന്ന് നമുക്കറിയില്ല. രണ്ടാമതാണ് ഹരി, ഇതിൻ്റെ പണം എവിടെ നിന്നാണ് എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഈ വരുമാനവുമായിട്ട്, അറിയപ്പെടുന്ന വരുമാനവുമായിട്ട് ഈ യാത്രകൾക്കൊന്നും യാതൊരു ബന്ധവും ഇല്ല. ഇപ്പോൾ രണ്ട് വർഷങ്ങളുടെ പറയാം. 2019-2020 ഇദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത് ഏതാണ്ട് 4.6 കോടി രൂപയാണ് വിദേശയാത്രയ്ക്ക് ചെലവഴിച്ചിട്ടുള്ളത്. അതായത് ഓൾമോസ്റ്റ് 5 കോടി രൂപ അല്ലെങ്കിൽ 4.5 കോടി രൂപ. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 1.29 crores ആണ്. 1,29,00,000 രൂപയാണ് 2019-2020 അദ്ദേഹത്തിൻ്റെ വരുമാനം. അപ്പോൾ അതിൻ്റെ 4/1 വരുമാനം അല്ലെങ്കിൽ 3/1 വരുമാനമാണ് അദ്ദേഹത്തിനുള്ളത്. ആ വരുമാനമുള്ള ആളാണ് ഇത്രയും ട്രിപ്പുകൾ ഈ 4-5 കോടി രൂപ മുടക്കി ആ സമയത്ത് നടത്തിയത്. ഇനി രണ്ടാമത്തേത് 2015 ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലേക്ക് ഇദ്ദേഹം നടത്തിയ ഒരു ട്രിപ്പുണ്ട്. ആ ട്രിപ്പിന് അദ്ദേഹം ചെലവഴിച്ചതും ഏതാണ്ട് സമാനമായിട്ട് 4.5 കോടി രൂപയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണക്കിലുള്ള വരുമാനം എന്ന് പറയുന്നത് 86 ലക്ഷം രൂപ മാത്രമാണ്. MP എന്നുള്ള നിലയിലുള്ള ഫണ്ട്, അലവൻസ്, മറ്റു കാര്യങ്ങളൊക്കെ കൂടെ, അദ്ദേഹത്തിന് സ്റ്റോക്ക്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള വരുമാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിയാലും 86 ലക്ഷമേ വരികയുള്ളൂ. അപ്പോൾ ഈ പണം എവിടെ നിന്നാണ്? അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമത്തിൽ പറയുന്ന കേട്ടു, അദ്ദേഹം വലിയ ബുദ്ധിയുള്ള ആളാണ്, അദ്ദേഹം അറിയപ്പെടുന്ന ആളാണ്, അദ്ദേഹം എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ലോകം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പലയിടത്തു നിന്നും ഇൻവിറ്റേഷൻ കിട്ടും, അദ്ദേഹം പോകും, പ്രസംഗിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം വലിയ എയിൻസ്റ്റിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ വലിയൊരു പൊളിറ്റിക്കൽ കമൻറ്റേറ്ററോ ഒക്കെ ആവാം. നമുക്കത് എതിർക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ കേൾക്കാൻ താല്പര്യമുള്ളവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തെ കേൾക്കുകയും ചെയ്യും. പക്ഷേ അത്തരം പരിപാടികൾ ആരാണ് സംഘടിപ്പിക്കുന്നത്? ആ പരിപാടികൾക്കുള്ള പണം എവിടെ നിന്നാണ്? ആരുടെ സ്പോൺസർഷിപ്പിലാണ് ഇദ്ദേഹം അവിടെ ചെന്ന് ഇത് സംസാരിക്കുന്നത്? ഇത് ജനം അറിയണമെന്നേ. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോൺസർഷിപ്പ് ആരാണ്, ആരുടെ ഇൻവിറ്റേഷനിലാണ് പോകുന്നത് എന്ന് അറിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത അദ്ദേഹം നിറവേറ്റിയിട്ടില്ല. ഇനി ഹരി പറഞ്ഞ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഉദ്ദേശമാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് സർക്കാർ അന്വേഷിക്കേണ്ടത്. കാരണം ഈ പറയുന്ന രാജ്യങ്ങളിൽ, അദ്ദേഹം പോയ രാജ്യങ്ങളുടെ പേരുകൾ ഞാനൊന്ന് വളരെ പെട്ടെന്ന് വായിക്കാം, സമയമുണ്ടല്ലോ അല്ലേ? ഇറ്റലി, UK, US, ജർമ്മനി, വിയറ്റ്നാം, കംബോഡിയ, സിംഗപ്പൂർ, ബഹ്റൈൻ, മാൽഡീവ്സ്, ഖത്തർ, UAE, പിന്നെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒമാൻ ട്രിപ്പ്. ഈ ഒമാനിൽ മാത്രം അദ്ദേഹം 4-5 തവണ പോയിട്ടുണ്ട്. അത് വേറൊരു കാര്യം. ഇത്രയും രാജ്യങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ട്. ഇതിലൊരു പ്രാവശ്യം പോലും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. പോയിട്ടുള്ളത് UAE പോയിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, സൗത്ത് അമേരിക്കയിൽ പോയിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ആഫ്രിക്കയിൽ പോയിട്ടില്ല. അപ്പോൾ ഈ രാജ്യങ്ങൾ, ഞാനത് ഒരു ആരോപണം എന്നുള്ള നിലയിൽ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ രാജ്യങ്ങളിലെ സോറോസിൻ്റെ നെറ്റ്വർക്കിനെ കുറിച്ചുകൂടി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായി കുറച്ചുകൂടി വ്യക്തത കിട്ടും ഈ യാത്രകളിൽ. എന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ
പലതരത്തിലുള്ള മാഫിയ ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളെല്ലാം. നമ്മളതൊരു ആരോപണമായിട്ട് പറയല്ല, പക്ഷേ സർക്കാർ അന്വേഷിക്കേണ്ട വിഷയമാണ് ഇത്. അതെ, തീർച്ചയായും ഈ ഹൂത്തി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹോർമൂസിൻ്റെ വിഷയത്തിൻ്റെ മറ്റൊരു കണ്ണിയാണ് ഒമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ വളരെ സംശയാസ്പദമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ രാജ്യങ്ങളിലേക്കുള്ള ഓരോ യാത്രയും. ഒമാൻ യാത്രയെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന് തീർച്ചയായിട്ടും ആൻഡമാൻ നിക്കോബാർ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഇദ്ദേഹം പോയ കഫേ ഫർഹ എന്നോ അങ്ങനെ എന്തോ ആണ് ആ കഫേ. ആ കഫേയുടെ ഓണർ എന്ന് പറയുന്നത് ചൈനീസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ആ ചൈനീസ് കമ്പനിയാണ് നിക്കോബാർ ഈ പ്രോജക്റ്റിനെ എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണം ചൈനീസ് സർക്കാർ. കാരണം അവിടെ സമാന താല്പര്യമാണ് ചൈനയുടെയും ഇന്ത്യയുടെയും ഏറ്റുമുട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ തമ്മിൽ ബന്ധമുണ്ട്. ഇനി ആരും ഇതിനിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, അമേരിക്കയിൽ പോയപ്പോൾ ഇദ്ദേഹം കണ്ട ഒരാളാണ്, ഇലാൻ ഒമർ എന്ന് പറയുന്ന ലേഡിയാണ്. അവർ വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അവർ US കോൺഗ്രസ്സിൽ റെപ്രസെൻറ്റേറ്റീവാണ്, മിനിസോട്ടയിൽ നിന്നാണെന്ന് തോന്നുന്നു. അവർ പക്ക ആൻറ്റി ഇന്ത്യനാണ്. അതായത് കശ്മീരിലെ ആർട്ടിക്കിൾ 370-നെതിരെ നിജാറിൻ്റെ കൊലപാതകം വിഷയത്തിൽ ഉൾപ്പെടെ ഭാരതത്തിനെതിരെ കിട്ടാവുന്ന എല്ലാ അവസരങ്ങളിലും പ്രസ്താവനകളുമായി വരുന്ന, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ പോയിട്ട് ഇത് ആസാദ് കാശ്മീരാണ് എന്ന് പറഞ്ഞ ഇലാൻ ഒമറിനെ കാണാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്തിന് അമേരിക്ക വരെ പോയി? ഈ ചോദ്യത്തിനെങ്കിലും സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർക്ക് ഉത്തരം കിട്ടണ്ടേ? തീർച്ചയായും അത് തരുന്നില്ല. നിങ്ങളൊന്നും അറിയണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഒന്നും അറിയണ്ടെങ്കിൽ എന്തോ ഒളിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇദ്ദേഹം എന്താ പറയുക, ഇദ്ദേഹം ബുദ്ധിയുള്ള ആളാണ്, ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. കാര്യം നേരത്തെ നമ്മൾ പലപ്പോഴായിട്ട് കളിയാക്കിയിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയൊക്കെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കളിയാക്കാമെങ്കിലും. പക്ഷേ ഇപ്പോൾ ഈ ഷൂട്ട്നെസ് കാണിക്കുന്ന സ്ഥിതിയിൽ ഒന്നുകിൽ ഇയാളുടെ പിന്നിൽ വളരെ വളരെ ശക്തമായ ഒരു ഗ്യാങ് ഉണ്ട്, ഒരു ആൻറ്റി ഇന്ത്യ ഗ്യാങ് ഉണ്ട്. ഈ അറിഞ്ഞോ അറിയാതെ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കുന്നതിൽ പോലും വിഷയമുണ്ട്. കാരണം അറിയാതെ ആയിരിക്കണം എന്നില്ല ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. ഇത് ഭാരതത്തിനെതിരെയുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങളാകാൻ 100% നമുക്ക് സംശയിക്കാവുന്ന. പറഞ്ഞ പോലെ അധികാരം കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ മോദിയോടും BJPയോടും ഉള്ള വൈരാഗ്യം ഒരുപക്ഷെ രാജ്യത്തിനോ എതിരെയുള്ള ഒരു വൈരാഗ്യമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ഒരാൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അറിയില്ല നമുക്ക്. പക്ഷേ ഇദ്ദേഹം പോയി മീറ്റ് ചെയ്യുന്നത് എന്തായാലും ഭാരതത്തിൻ്റെ യശസ് ഉയർത്താനോ ഭാരതത്തിൻ്റെ നിലപാടുകൾ പറയാനോ അല്ല. ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എലക്റ്റഡ് ആയിട്ടുള്ള ഒരു സർക്കാരാണ്. ആ സർക്കാരിൻ്റെ നിലപാടാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. ആ നിലപാട് പറയാനല്ല. അദ്ദേഹം മര്യാദകൾ ഓൾറെഡി ലംഘിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പരാതി പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അതായത് ഇന്ത്യക്ക് പുറത്തു പോയിട്ട് ഇന്ത്യൻ സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല. പക്ഷേ അതൊരു സാമാന്യ മര്യാദയാണ്. ആ സാമാന്യ മര്യാദ അദ്ദേഹം നിരവധി തവണ ലംഘിച്ചു കഴിഞ്ഞു. പക്ഷേ അത് കൂടാതെ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തിനു പോകുന്നു, എവിടെ പോകുന്നു, ആരാണ് പണം തരുന്നത്, ആരാണ് സ്പോൺസർ ചെയ്യുന്നത്, ഇത് ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതും സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടതും ഇന്ത്യയിലെ ഏതൊരു പൗരനും ചെയ്യേണ്ട കാര്യമാണ്. ഇത് നിരന്തരം ഇവർ ചെയ്തുകൊണ്ട് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഒട്ടോവിയോ ഉത്രോച്ചിയെ ലോഗ് ബുക്കിൽ പോലും രേഖപ്പെടുത്താതെ രാജീവ് ഗാന്ധി അധികാരത്തിലുള്ള സമയത്ത്. അതെ, അധികാരം. പക്ഷേ ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, എന്തുകൊണ്ട് ബി ജെ പി സർക്കാർ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ BJP എന്തിന് ഈ വിഷയം എടുത്ത് ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾക്ക് വിചാരണ നേരിടാൻ പറയാത്തതെന്ന് വളരെ ഈസി ആയിട്ട് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. കാരണം രാഷ്ട്രീയ കാരണങ്ങൾ, ഒരു ഇന്ത്യയുടെ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. ഇന്ത്യയുടെ ലീഡർ ഓഫ് ഓപ്പോസിഷനെ അങ്ങനെ നമ്മൾ ഒരു സർക്കാർ നേരിട്ട് വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ അതിന് വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ഭാരതത്തിൻ്റെ തന്നെ ഒരു ഈ പറയുന്ന ഒരു ഇമേജിനെ ബാധിക്കുന്നതാണ്. രണ്ട്, രാഷ്ട്രീയമായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഡയറക്റ്റായിട്ട് രാഹുൽ വേട്ടയ്ക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു തോന്നൽ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ വിക്ടിം കാർഡ് എടുത്ത് ജനങ്ങളുടെ സിമ്പതി മേടിക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക. അപ്പോൾ അത് BJP ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ ഈ വിഷയം ഒന്ന് പതുക്കെ ചർച്ചയാവട്ടെ എന്ന് BJP തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വേണം ഡോക്ടർ സംബിത് പാത്രയുടെ ആ പത്രസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും
തത്തുമയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.